Dear students, മാർക്കറ്റിങ്ങിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ കുറച്ച് നോട്ട്സ് കൂടി ഇപ്പോൾ തരാനുള്ളൂ. ബാക്കി പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം 2-3 പേരുടെ റെസ്പോൺസേ ഞാൻ ഇപ്പോഴും കാണുന്നുള്ളൂ. അപ്പോൾ എനിവേ നിങ്ങൾ നന്നായിട്ട് വീഡിയോ നോക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ എന്നെ വിളിച്ച് ചോദിക്കാം. ഇനി നമ്മൾ സെക്കൻഡ് ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കൺസ്യൂമർ ബിഹേവിയർ. എന്താണ് കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയർ? കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ പ്രോഡക്റ്റ് സക്സസ് ആയെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയർ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ ആയിരിക്കണം കൺസ്യൂമേഴ്സ് ആ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് അവരുടെ റെസ്പോൺസ്, അതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ബിസിനസ് എക്സിസ്റ്റ് ചെയ്യുന്നത് തീരുമാനിക്കുക. അതാണ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കീ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ്, അല്ലേ? കൺസ്യൂമർ സാറ്റിസ്ഫൈഡ് ആയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഓർഗനൈസേഷൻ സക്സസ് ആയെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പേ ഒരു 2-3 കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് തുടങ്ങാം. ഓക്കെ, കൺസ്യൂമേഴ്സ് എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. വാട്ട് ഈസ് കൺസ്യൂമർ? എന്താ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റുമോ? കൺസ്യൂമർ എന്താണ്? കൺസ്യൂമർ ഈസ് ആൻ അൾട്ടിമേറ്റ് യൂസർ ഓഫ് എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിൻ്റെ അൾട്ടിമേറ്റ് യൂസർ, അതാണ് കൺസ്യൂമർ. കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ പർച്ചേസറാണ്. നമ്മൾ ഒരു ഓർഗനൈസേഷൻ്റെ ഗുഡ്സ് എന്തൊക്കെയാണോ ഗുഡ്സ് വരുന്നത് അതെന്ത് ചെയ്യാം, അവരുടെ യൂസ് അല്ലെ അവരുടെ കൺസപ്ഷന് വേണ്ടിയിട്ട് അത് പർച്ചേസ് ചെയ്യുന്ന പർച്ചേസറാണ് കൺസ്യൂമർ. അപ്പോൾ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ഈസ് ആൻ അൾട്ടിമേറ്റ് യൂസർ ഓഫ് എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിൻ്റെ അൾട്ടിമേറ്റ് യൂസറാണ് കൺസ്യൂമർ. കൺസ്യൂമറാണ് തീരുമാനിക്കാം ആ പ്രോഡക്റ്റ് നമുക്ക് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്, ക്വാളിറ്റി പ്രോഡക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് കൺസ്യൂമേഴ്സാണ്. ഇനി കൺസ്യൂമറും ബയ്യറും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? അറിയോ? കൺസ്യൂമറും ബയ്യറും തമ്മിൽ എന്താ പറഞ്ഞാൽ കൺസ്യൂമർ എന്നല്ലേ ബയ്യർ എന്ന് പറഞ്ഞാൽ എന്താ? ദ പേഴ്സൺ ഹൂ ബൈസ് ഗുഡ്സ്, അല്ലേ? അപ്പോൾ സാധനങ്ങൾ വാങ്ങുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയണത്? ബയ്യർ എന്ന് പറയണത്. അപ്പോൾ ഇത് രണ്ട് ടേംസ് അല്ലേ? ആ 2 ടേം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കുക. ഒരു വ്യക്തി, ഇഫ് എ മാൻ ബൈസ് എനി ഗുഡ്സ് ആൻഡ് സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്, ഹി ഈസ് എ കൺസ്യൂമർ. ഓക്കെ, ദെൻ ചില കേസിൽ, അതായത് ബട്ട് ഇഫ് എ മാൻ ബൈസ് എ ഗുഡ്സ് ഫോർ അനദർ പേഴ്സൺ, ഹി ഈസ് ദ ബയ്യർ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കൺസ്യൂമറും ബയ്യറും തമ്മിലൊരു ഡിഫറൻസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് ഒരു കൺസ്യൂമർ വാങ്ങിച്ചു. ഒരു ആപ്പിൾ ആണെങ്കിൽ ആപ്പിൾ കൺസ്യൂമർ വാങ്ങിച്ചു, അയാളത് കഴിച്ചു നോക്കി. ഓക്കെ, നല്ല മധുരമൊക്കെ ഉള്ള ആപ്പിൾ ആണെങ്കിൽ അയാൾ എന്ത് ചെയ്തു? സാറ്റിസ്ഫൈഡ് ആയി, അല്ലേ? അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയാണെങ്കിൽ എന്താണ്? ഹി ഈസ് ദ കൺസ്യൂമർ. ഇനി അയാളുടെ എന്താ പറയുക, അയാളുടെ കുട്ടിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഡ്രസ്സോ അല്ലെങ്കിൽ ടോയ്സോ വാങ്ങി, അല്ലേ? അപ്പം വാങ്ങിയ ആളാണോ സാറ്റിസ്ഫൈഡ് ആവുന്നതിനേക്കാൾ കൂടുതൽ എന്തായിരിക്കും? ആ കുട്ടിയായിരിക്കും സാറ്റിസ്ഫൈഡ്. അപ്പോൾ സെക്കൻഡ് പേഴ്സൺ ആണ് അവിടെ സാറ്റിസ്ഫാക്ഷൻ വരുന്നത്. അപ്പോൾ വാങ്ങിയ ആൾ ആര് മാത്രമാണ്? ബയ്യർ മാത്രമാണ്. ഇതാണ് കൺസ്യൂമർ ആൻഡ് ബയ്യർ തമ്മിലുള്ള ഡിഫറൻസ്. മനസ്സിലായോ? ഒരു ഗുഡ്സ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ആ വ്യക്തി തന്നെ സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ ഹി ഈസ് ദ കൺസ്യൂമർ. ബട്ട് എന്താ, ആ ഗുഡ്സ് ഒരു അനദർ പേഴ്സണിന് വേണ്ടി വാങ്ങുകയാണെങ്കിൽ ഹി ഈസ് ദ ബയ്യർ. ഓക്കെ, അപ്പോൾ കൺസ്യൂമർ എന്താണ്? കൺസ്യൂമറും ബയ്യറും തമ്മിലുള്ളൊരു ചെറിയൊരു ഡിഫറൻസ്. ദെൻ അടുത്ത നോക്ക്, കൺസ്യൂമർ ആൻഡ് കസ്റ്റമർ. കൺസ്യൂമർ ആൻഡ് കസ്റ്റമേഴ്സ് തമ്മിൽ എന്താണ് വ്യത്യാസം? കൺസ്യൂമർ എന്താന്ന് നമ്മൾ പറഞ്ഞു. ഇനി കസ്റ്റമർ എന്താ? കസ്റ്റമർ ഈസ് എ പേഴ്സൺ ഹു പർച്ചേസ് ഗുഡ്സ് ഐദർ ഫോർ ഹിസ് കൺസംഷൻ ഓർ ഫോർ അതേഴ്സ്. അതാണ് കസ്റ്റമർ എന്ന് പറയാം. കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ഹു പർച്ചേസ് ഗുഡ്സ് ഫോർ ഹിസ് കൺസംഷൻ ഓൺലി, അല്ലെ? അയാളുടെ കൺസംഷന് വേണ്ടി മാത്രമാണ് അയാളുടെ സാറ്റിസ്ഫാക്ഷന് മാത്രമാണ് അയാൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഹി ഈസ് ദ കൺസ്യൂമർ. ബട്ട് കസ്റ്റമർ എന്ന് പറഞ്ഞാലോ അയാളുടെ സാറ്റിസ്ഫാക്ഷൻ ആവാം, അല്ലെ അയാളുടെ കൺസംഷന് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ വേറൊരാളുടെ കൺസംഷന് വേണ്ടിയിട്ടാവാം വാങ്ങുന്നത്. അപ്പോൾ ആ രണ്ടും കൂടെ വന്നാൽ ഹി ഈസ് ദ കസ്റ്റമർ. ഇതാണ് കൺസ്യൂമർ ആൻഡ് കസ്റ്റമർ തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ അടുത്തത്
കസ്റ്റമർ ബിഹേവിയർ. ഇങ്ങനെ 4 ടോപ്പിക്കായിട്ടാണ് പറയുന്നത്. അപ്പോൾ കൺസ്യൂമർ കഴിഞ്ഞു, കൺസ്യൂമർ ആൻഡ് ബയ്യർ കഴിഞ്ഞു, കൺസ്യൂമർ ആൻഡ് കസ്റ്റമർ കഴിഞ്ഞു. ഇനി ഫോർത്ത് ടോപ്പിക് എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ബിഹേവിയർ എന്താണെന്നാണ്. ഓക്കെ, അപ്പോൾ കൺസ്യൂമർ എന്താണെന്ന് പറഞ്ഞു, കൺസ്യൂമർ ആൻഡ് ബയ്യർ തമ്മിലുള്ള ഒരു ഡിഫറൻസ് പറഞ്ഞു, കൺസ്യൂമർ ആൻഡ് കസ്റ്റമർ തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു. ഇത് മൂന്നും നമ്മൾ ആ ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുമ്പേ ചെറുതായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഇനി തുടങ്ങാം നമ്മുടെ ടോപ്പിക്. എന്താണ് കൺസ്യൂമർ ബിഹേവിയർ? എല്ലാവർക്കും അറിയുന്നതല്ലേ എന്താണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന്? എന്താ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താ? ആ കൺസ്യൂമർ അല്ലേ, ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് വൈ പീപ്പിൾ ബൈ അല്ലേ. ഒരു പ്രോഡക്റ്റ് ഒരു വ്യക്തി എങ്ങനെയാണ് വാങ്ങുന്നത് അല്ലേ, അയാളുടെ ബിഹേവിയർ എന്താണ്, അയാളുടെ എന്താ പറയുക, അത് പ്രോഡക്റ്റുമായിട്ട് അയാൾ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. കൺസ്യൂമർ ബിഹേവിയർ ഈസ് ദ ഡിസിഷൻ പ്രോസസ് ആൻഡ് ആക്ട് ഓഫ് ഇൻഡിവിജ്വൽ ഇൻവോൾവ്ഡ് ഇൻ ബൈയിങ് ആൻഡ് യൂസിങ് പ്രോഡക്ട്സ് ഓർ സർവീസസ്. ഒരു സാധനം വാങ്ങുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നപ്പോൾ ഒരു വ്യക്തിയിലുണ്ടാവുന്ന ഡിസിഷൻ പ്രോസസ്സും അതിൻ്റെ ആക്റ്റും, അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങി നിങ്ങളത് യൂസ് ചെയ്തു, അപ്പോൾ നിങ്ങളുടെ ഡിസിഷനാണ് ഓക്കെ അതെനിക്ക് നല്ലൊരു പ്രോഡക്റ്റ് ആയിരുന്നു, ആ പ്രോഡക്റ്റിന് ഇപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഞാൻ അത് തന്നെ വാങ്ങുള്ളൂ അല്ല, നിങ്ങളുടെ ഡിസിഷനാണ്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കൺസ്യൂമർ ബിഹേവിയർ ഇസ് എ സ്റ്റഡി ഓഫ് consumer behavior is a study or the decision process and act of individual involved in buying and using products or services. പിന്നെ ഒരു കൺസ്യൂമർ ആണ് തീരുമാനിക്കുന്നത്. നമ്മൾ ആദ്യമൊക്കെ നിങ്ങൾ മാനേജ്മെൻറ്റിലൊക്കെ കേട്ട് കഴിഞ്ഞ കാര്യങ്ങളാണ്. വാട്ട് ടു ബൈ, വെൻ ടു ബൈ, ഫ്രം ഹൂം ടു ബൈ, വേർ ടു ബൈ, ഹൗ മച്ച് ടു ബൈ അല്ലേ. അതനുസരിച്ചിട്ടല്ലേ നമ്മൾ തീരുമാനിക്കുക എന്താണ് നമ്മൾ വാങ്ങേണ്ടതെന്നുള്ളത്. അത് തന്നെയാണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ഡെഫിനിഷൻ പറയാം. കൺസ്യൂമർ ബിഹേവിയർ ഇസ് ദ സ്റ്റഡി ഓഫ് ഹൗ പീപ്പിൾ ബൈ, വാട്ട് ദേ ബൈ, വെൻ ദേ ബൈ and why they buy products or services അല്ലേ. what, when, why, how, ഈ 3 കാര്യങ്ങൾ കൂടിയിട്ടുള്ള ഒരു എന്താ പറയുക സ്റ്റഡിയാണ് നമ്മുടെ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലായിട്ടുണ്ടോ? ഇനി കൺസ്യൂമർ ബിഹേവിയറിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അതാണ് അടുത്തത് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് പോയിന്റ് നമ്മളിപ്പോൾ പറഞ്ഞ ഡെഫിനിഷനിൽ തന്നെ ഉള്ളതാ. ഡിസൈഡ് തീരുമാനിക്കും, വാട്ട് എന്ത് വാങ്ങണം, വെൻ എപ്പോൾ വാങ്ങണം, ഫ്രം ഹോം ആരുടെ അടുത്ത് നിന്ന് വാങ്ങണം, വേർ എവിടെ നിന്ന് വാങ്ങണം, ഹൗ മച്ച് എത്ര വാങ്ങണം. അതാണ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഡിസൈഡ്, വാട്ട്, വെൻ, ഫ്രം ഹോം, വേർ, ഹൗ മച്ച് ടു ബൈ. Then second point, it comprises both mental and physical activities അല്ലേ. മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റീസിലെ നമുക്കൊരു പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളത് നമ്മുടെ എന്താ പറയുക മെൻ്റൽ ആക്ടിവിറ്റിയാണ്. അതനുസരിച്ചിട്ടേ നമ്മൾ അതിന് വാങ്ങാൻ വില്ലിങ് ആവുകയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞാൽ ഇറ്റ് കംപ്രൈസസ് ബോത്ത് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്. തേർഡ് പോയിന്റ്, ഇറ്റ് ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. ഹ്യൂമൻ ബിഹേവിയറിൻ്റെ കോർ പാർട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് സ്റ്റാർട്ട്സ് ബിഫോർ ബൈയിങ്. കൺസ്യൂമർ ബിഹേവിയർ സ്റ്റാർട്ട് ചെയ്യുന്നപ്പോഴാണ് ബിഫോർ ബൈയിങ് ആണ്, ആഫ്റ്റർ ബൈയിങ് അല്ല. സാധനം വാങ്ങുന്നതിന് മുമ്പേ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ആ സാധനം വാങ്ങാനുള്ള നമ്മുടെ എന്താ പറയുക ആ സാധനമാണ് ഞാൻ വാങ്ങുന്നതിനുള്ള ഡിസിഷൻ എടുക്കുന്നത് എപ്പോഴാണ്? ബിഫോർ ആണ്. അപ്പോൾ ഇറ്റ് സ്റ്റാർട്ട്സ് ബിഫോർ ബൈയിങ് ആൻഡ് ഗോസ് ഈവൻ ആഫ്റ്റർ ബൈയിങ് അല്ലേ. സാധനം വാങ്ങുന്നതിന് മുമ്പേ നമുക്കത് സ്റ്റാർട്ട് ചെയ്യും, സാധനം വാങ്ങിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും. കാരണം അവിടെ കണ്ടിന്യൂ ചെയ്യുമ്പോഴേ നമുക്ക് ആ സാധനത്തിൻ്റെ മുകളിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. അതാണ് ഫോർത്ത് പോയിന്റ്. ദ ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് ഇൻവോൾവ്സ് ബോത്ത് സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ പ്രോസസ്. സൈക്കോളജിക്കൽ ആയിട്ടുള്ള അതേപോലെ നമ്മളിവിടെ പറഞ്ഞതില്ലേ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ സൈക്കോളജിക്കലും അതേപോലെ സോഷ്യൽ പ്രോസസ്സും നമുക്ക് ഈ കൺസ്യൂമർ ബിഹേവിയറിൽ ഇൻവോൾവ്ഡ് ആണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ? ആകെ നമ്മളിപ്പോൾ ഒരു 5 ടോപ്പിക്ക് ചെറുതായിട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. കൺസ്യൂമർ എന്താണ്, കൺസ്യൂമർ ആൻഡ് ബയ്യർ തമ്മിലുള്ള ഡിഫറൻസ്, കൺസ്യൂമർ ആൻഡ് കസ്റ്റമർ തമ്മിലുള്ള ഡിഫറൻസ്, കൺസ്യൂമർ ബിഹേവിയർ എന്താണ്, അതിൻ്റെ 5 ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ വിളിക്കുക, ഡൗട്ട് എന്തുണ്ടെങ്കിലും നിങ്ങൾ വിളിക്കുക, ഞാൻ പറഞ്ഞുതരാം.